ഇപ്പം എക്സ് അല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ വരുന്ന പുതിയ AI ഫീച്ചറാണ് ഗ്രൂക്ക് AI എന്നുള്ള കാര്യം. ഇപ്പം നിങ്ങൾ ഈ ഒരു ഗ്രൂക്ക് AI എക്സ് ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു ഗ്രൂക്ക് AIനോട് ചോദിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ മുമ്പ് ചോദിച്ച കാര്യം ആ ഒരു ഗ്രൂക്ക് AIക്ക് ഓർമ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു മുമ്പുള്ള കോൺവെർസേഷനും ഗ്രൂപ്പ് AIക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പം ആ ഒരു സെറ്റിങ്സ് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഗ്രൂപ്പ് ആൻഡ് തേർഡ് പാർട്ടി കൊളാബറേറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, എലോ ഗ്രൂപ്പ് ടു റിമെമ്പർ യുവർ കോൺവെർസേഷൻ ഹിസ്റ്ററി. അഥവാ ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. എന്നാൽ മാത്രമാണ് മുമ്പുള്ള കോൺവെർസേഷനും ഈ ഒരു ഗ്രൂപ്പ് AIക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗ്രൂപ്പ് AI നമ്മുടെ പഴയ കോൺവെർസേഷനും കൂടി ഓർത്തെടുക്കുന്ന സെറ്റിംഗ്സ് ഓൺ ആക്കി വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.